നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കല്ലൂർ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മൊബൈൽ ഫോണിലൂടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. പുതുക്കാട് റെയിൽവേ CPM ബ്രാഞ്ച് സെക്രട്ടറി 25 വയസ്സുള്ള അരുൺ ദാസിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നിന്ന് നവംബർ 16 മുതൽ സർവീസ് ആരംഭിക്കുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന് പുതുക്കാട് സ്റ്റാൻഡിൽ ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചു. വരതിരപ്പള്ളി പള്ളിക്കുന്ന് ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 50 അന്ധർക്ക് കാഴ്ച നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ വെസ്റ്റ് യൂണിറ്റ് പുല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അളകപ്പനഗർ ചേന്നംകുളം പരിസരത്ത് നിർമ്മിച്ച ഓപ്പൺ ജിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടമെത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പുഴ കടന്നെത്തിയ 6ഓളം ആനകളാണ് പറമ്പിൽ ഇറങ്ങിയത്. കവുങ്ങുകളും തെങ്ങുകളും കുത്തിമറിച്ചിട്ട നിലയിലാണ്. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച രാത്രിയിലാണ് പിള്ളത്തോട് ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന ആനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. കാരികുളം കടവ്, പാലച്ചുവട് പ്രദേശങ്ങളിലും ആനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കാപ്പ കേസ് പ്രതി മൊബൈൽ ഫോണിലൂടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ പുതുക്കാട് പോലീസ് ഭാര്യയുടെ മൊഴിയെടുത്തു. ഹലോ, എല്ലാത്തിനുള്ള ഉത്തരം നാളെ ഈ നേരം ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ ആയിക്കോട്ടെ, ആലോചിച്ചോ എന്നെ ഇറക്കാണ്ടിരിക്കാനും എന്നെ മാക്സിമം ഇറക്കാണ്ടിരിക്കാനും എല്ലാ കളിയും കളിച്ചില്ലേ? എന്ത് കളി? എല്ലാ കളി ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിന്നെ അടി കൊന്നിട്ട് ഇറക്കുന്നു അവിടുന്ന്. കൊന്നിട്ട് എവിടെന്ന്? മറ്റന്നാ സ്ഥലം നോക്കിക്കോട്ടെ, നാളെ വന്നിട്ട്. ശനിയാഴ്ച രാത്രി തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. കല്ലൂരിൽ താമസിക്കുന്ന ശ്രീജ എന്ന പൂമ്പാറ്റ സിനിയയാണ് ജയിലിൽ നിന്നും ഗോപകുമാർ മൊബൈൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത്. കഴിഞ്ഞ 30 രാത്രിയാണ് സംഭവം. പണം ആവശ്യപ്പെട്ട് ലഭിക്കാതായതോടെയാണ് ഭീഷണി. കല്ലൂരിൽ ഗോപകുമാറിൻ്റെ വീട് വിട്ടുപോകാനും ഭീഷണിയുണ്ട്. സാമ്പത്തിക തട്ടിപ്പ്, അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് പൂമ്പാറ്റ സിനിയും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കല്ലൂർ നായരങ്ങാടി താഴേക്കാട് 43 വയസ്സുള്ള ഗോപു എന്ന ഗോപകുമാറിന് 6 മാസം മുൻപാണ് കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് തടവ് ശിക്ഷ നൽകിയത്. കഴിഞ്ഞ മാർച്ചിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ അറസ്റ്റിലായതിൻ്റെ തുടർച്ചയായാണ് ഗോപുവിന് മേൽ കാപ്പ ചുമത്തിയത്. യുവതിയെ തട്ടിക്കൊണ്ടുപോയതിനും പാലിയക്കരയിലെ കോഫി ഷോപ്പിൽ ആക്രമണം നടത്തിയതിനും കല്ലൂരിലെ വീട് വളഞ്ഞിട്ടാണ് ഗോപുവിനെ പുതുക്കാട് പോലീസ് പിടികൂടിയത്. അന്ന് ഗോപു സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവതിയുടെ ജീവൻ പോലീസിന്റെ അവസരോചിത ഇടപെടലിലൂടെയാണ് രക്ഷപ്പെട്ടത്. CPM ബ്രാഞ്ച് സെക്രട്ടറി 25 വയസ്സുള്ള അരുൺ ദാസിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം കാങ്കിൽ വീട്ടിൽ പരേതനായ ശിവദാസിന്റെയും ഉഷയുടെയും മകനാണ്. ഞായറാഴ്ച പുലർച്ചെ വീടിനു സമീപത്തെ ട്രാക്കിലായിരുന്നു സംഭവം. സംസ്കാരം നടത്തി. പെയിന്റിംഗ് തൊഴിലാളിയാണ്. അമൃത സഹോദരിയാണ്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നിന്ന് നവംബർ 16 മുതൽ സർവീസ് ആരംഭിക്കുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന് പുതുക്കാട് സ്റ്റാൻഡിൽ ബോർഡിംഗ് പോയിന്റ്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നിന്ന് നവംബർ 16 മുതൽ സർവീസ് ആരംഭിക്കുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന് പുതുക്കാട് സ്റ്റാൻഡിൽ ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചു. ദിവസവും രാത്രി 9:10 പുതുക്കാടെത്തുന്ന ബസ് പുലർച്ചെ 3:50 പമ്പയിലെത്തും.
തീർത്ഥാടകർക്ക് താഴെ പറയുന്ന വെബ്സൈറ്റ് വഴി പുതുക്കാട് എന്ന് ടൈപ്പ് ചെയ്ത് https://online.ksrtcswift.com സീറ്റുകൾ ബുക്ക് ചെയ്യാം. കെ രാമചന്ദ്രൻ MLA നിർദ്ദേശപ്രകാരമാണ് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചത്. പുതുക്കാട് പമ്പ ടിക്കറ്റ് 377 രൂപയാണ്. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, എരുമേലി വഴിയാണ് സർവീസ്. എല്ലാ തീർത്ഥാടകരും ഈ ബസ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കെ രാമചന്ദ്രൻ MLA അഭ്യർത്ഥിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ഇടവകയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ ഒരു വർഷം 50 പേർക്ക് കാഴ്ച നൽകാനായി. എൻ്റെ കണ്ണുകൾ മണ്ണിനുള്ളതല്ല മനുഷ്യനുള്ളതാണ് എന്ന ആശയത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവിടെ നേത്രദാന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഇടവകയിൽ മരിച്ച 25 പേരുടെ 2 കണ്ണുകൾ വീതം ദാനം ചെയ്തിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മികച്ച നേട്ടം കരസ്ഥമാക്കാനായത്. 2024 നവംബർ മുതൽ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കണക്കാണിത്. 2024-25 വർഷത്തിൽ 15 പേരുടെ കണ്ണുകൾ ഇടവകയിൽ ദാനം ചെയ്തിരുന്നു. ഇതോടെ 2 വർഷത്തിനുള്ളിൽ 80 അന്ധർക്ക് കാഴ്ച സമ്മാനിക്കാൻ പള്ളിക്കുന്ന് ഇടവകയ്ക്കായി. വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ, സഹവികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, നേത്രദാന സമിതി കൺവീനർ ജോജു മഞ്ഞളി, സംഘടനാ മുൻ പ്രസിഡന്റ് ആൻഡോ തളിയപ്പറമ്പിൽ, പ്രസിഡന്റ് അഭിലാഷ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം നേത്രദാനത്തിൽ പങ്കാളികളായ പരേതരുടെ ചിത്രം അടങ്ങിയ ഫ്ലക്സ് ബോർഡ് പള്ളി കോമ്പൗണ്ടിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച് സംഘടന സഹകരിച്ച കുടുംബാംഗങ്ങൾക്ക് നന്ദി അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ വെസ്റ്റ് യൂണിറ്റ് ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിൻ്റെയും സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്ക് പ്രിവിലേജ് കാർഡ് വിതരണവും ഇതോടൊപ്പം നടന്നു. പ്രസിഡന്റ് ഇ വാസുദേവൻ നായർ, ജനറൽ സെക്രട്ടറി സജിത് രാമൻ, ട്രഷറർ തോമസ് മഞ്ഞളി, രക്ഷാധികാരി VM പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തീരുമാനങ്ങൾക്ക് നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞു പരിപാടിയിൽ ഒരു നല്ല കാര്യമായിക്കോട്ടെ, നാട്ടുകാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനാഗ്രേഷൻ തൃശൂർ നഗരത്തിലൂടെ കാക്കിയണിഞ്ഞ് ഓട്ടോ ഓടിക്കുന്ന സനോജ് ഒരു കായിക പ്രതിഭയാണെന്ന് പലർക്കും അറിയില്ല. ഓട്ടോ ഓടിക്കുമ്പോഴും കുട്ടിക്കാലത്ത് മനസ്സിൽ ചേക്കേറിയ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നേറുകയാണ് ഈ 48-കാരൻ. തൃശൂർ നഗരത്തിലൂടെ കാക്കിയണിഞ്ഞ് ഓട്ടോ ഓടിക്കുന്ന സനോജ് ഒരു കായിക പ്രതിഭയാണെന്ന് പലർക്കും അറിയില്ല. ഓട്ടോ ഓടിക്കുമ്പോഴും കുട്ടിക്കാലത്ത് മനസ്സിൽ ചേക്കേറിയ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നേറുകയാണ് ഈ 48-കാരൻ. നാടിനു വേണ്ടി അത്ലറ്റിക്സിൽ മെഡൽ നേട്ടം ആവർത്തിക്കുകയാണ് അളഗപ്പനഗർ കാളക്കല്ല് സ്വദേശി PK സനൂജ് എന്ന കായിക പ്രതിഭ. തിരുവനന്തപുരത്ത് നടന്ന 45ാമത് സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ തൃശ്ശൂരിന് വേണ്ടി 45 വയസ്സിന് മുകളിലുള്ളവരുടെ 100, 200, 400 മീറ്ററുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സനൂജ് തമിഴ്നാട്ടിൽ നടക്കുന്ന ദേശീയ മീറ്റിന് യോഗ്യത നേടിക്കഴിഞ്ഞു. തീർന്നില്ല. തൊടുപുഴയിൽ നടന്ന സ്റ്റേറ്റ് ഇൻവിറ്റേഷൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ബട്ടർഫ്ലൈസ്, 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നിവയിൽ 1ാം സ്ഥാനവും സനൂജിനായിരുന്നു. മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നടന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിലും പങ്കെടുത്ത് മിന്നുന്ന വിജയങ്ങൾ നേടി. അത്ലറ്റിക്സിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാണ് വീടിന് തൊട്ടടുത്തുള്ള ചിക്കിനി കുളത്തിൽ നീന്തൽ പരിശീലനം നേടിയത്. ഇത് നീന്തൽ മത്സരങ്ങളിലെ മെഡൽ നേട്ടത്തിലെത്തിയത് സനൂജിന് ഇരട്ടി മധുരമായി. ഓട്ടോ തൊഴിലാളിയായി തുടരുമ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന യൂണിഫോം സർവീസ് എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനും കായികരംഗത്തെ നേട്ടങ്ങൾ ഇദ്ദേഹത്തിന് തുണയായി. തൃശൂർ സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ 6 മാസം സേവനം ചെയ്യാൻ സനൂജിന് അവസരം ലഭിച്ചു. ജോലിയിൽ നിന്ന് വിടുതൽ ചെയ്യുമ്പോൾ ജയിൽ സൂപ്രണ്ട് നല്ല സേവനത്തിനുള്ള സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു. കായിക മേഖലയ്ക്ക് പുറമെ അഭിനയ രംഗത്തും സനൂജ് ശ്രദ്ധേയനാണ്. സിനിമാമോഹം കലശലായപ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്തു. ഫഹദ് ഫാസിലിൻ്റെ ഛായയുണ്ടെന്ന് കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആ വേഷമിട്ട് സ്റ്റേജ് ഷോകൾ ചെയ്തു. ടെലി സീരിയലുകളിലും വേഷമിട്ടു. രാവിലെ 10 വരെ വീട്ടിൽ കൃഷിപ്പണി, ശേഷം
ഓട്ടോയുമായി തൃശ്ശൂരിലേക്ക്. വീട്ടിലെത്തിയാൽ ഓട്ടം, നീന്തൽ പരിശീലനങ്ങൾ. തപാൽ വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയാണ് ഭാര്യ വിൻസി. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അലീനയും +1 വിദ്യാർത്ഥിയായ ആൽബർട്ടുമാണ് മക്കൾ. തമിഴ്നാട്ടിൽ നടക്കുന്ന ദേശീയ മീറ്റിലേക്കുള്ള കഠിന പ്രയത്നത്തിലാണ് സനൂജ് ഇപ്പോൾ. ഈ പ്രായത്തിലും ഈ ഒരു ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്തുന്നത് എങ്ങനെയാണ്? ഈ ഒരു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണോ, അതോ എങ്ങനെയാണ് നമ്മളൊരു ദിനചര്യകൾ എങ്ങനെയാണ്? ദിനചര്യ ഞാൻ 6 മണിക്ക് എണീക്കുള്ളൂ. കാരണം 5:30-5 മണിക്ക് എണീക്കില്ല. 6 മണി ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. 6 മണിക്ക് എണീറ്റ് കുറച്ച് നേരം വീട്ടിലെ പണികളൊക്കെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ഇറങ്ങണം. ആദ്യം അത്ലറ്റിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ കൊണ്ട് പോകാൻ നേരത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് സ്വിമ്മിങ് ചെയ്യും. അങ്ങനെ അവിടെ ചെല്ലുന്ന ഒരു 12-1 മണിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഭക്ഷണം അതിൽ മിക്കപ്പോഴും വൈറ്റമിൻസ് ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട്. പരമാവധി ഉൾപ്പെടുത്താൻ സാമ്പത്തികം അല്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ വീണ്ടും കിടന്നുറങ്ങും. അതേ ഒരു 4-5 മണിയാകുമ്പോൾ വീണ്ടും അത്ലറ്റിക്സ് പ്രാക്ടീസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു രാത്രി 10 മണി വരെ ഓട്ടോറിക്ഷ ഓടിക്കും. ഓട്ടോറിക്ഷ ഓടിച്ച് നേരെ ഇവിടെ വരുന്നു. ഇതാണ് എൻ്റെ ദിനചര്യകൾ. പിന്നെ എൻ്റെ ഫിറ്റ്നസ് നിലനിർത്തുന്ന പറഞ്ഞാൽ സ്വിമ്മിങ്ങാണ്. അത്ലറ്റിക്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുതലും ഞാൻ സ്വിമ്മിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വിമ്മിങ് നമുക്ക് പരിക്കിട് വരും. മറ്റേതാകുമ്പോൾ നമുക്ക് 100 ഉണ്ടല്ലോ, സ്പ്രിൻ്റ് റൈറ്ററല്ലേ. അപ്പോൾ പരിക്കിട് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് സ്വിമ്മിങ്. ഇന്ത്യയിൽ തന്നെ വളരെ റയറാണ് അത്ലറ്റിക്സും സ്വിമ്മിങ് കൊണ്ടുവരുന്നത്. വളരെ റയറാണ് ഞാൻ. അതെന്തുകൊണ്ടെന്ന് എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടു നടക്കാൻ 2 മെഡൽ വരുന്നു. കേരള സ്റ്റേറ്റ് ഒരു 3-5 വർഷം കേരള സ്റ്റേറ്റ് നീന്തൽ ചാമ്പ്യൻ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പോയി ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ നേടി. അതൊക്കെ എൻ്റെ ഫിറ്റ്നസ് സ്വിമ്മിങ്ങാണ്. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ പരമാവധി ഉപയോഗിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ഇത്. അതൊക്കെ നമുക്ക് മസിൽസിന് ഡൗൺ ആക്കുകയുള്ളൂ ലഹരികൾ. കായിക ലഹരിയിലൂടെ ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം രാജ്യത്തിന് വേണ്ടി മെഡൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക. സനൂജ് എന്ന ഈ കായിക പ്രതിഭ കായിക കേരളത്തിന് മാത്രമല്ല, ഒപ്പം പുതുതലമുറയ്ക്ക് കൂടി മാതൃകയാക്കാവുന്ന ഒരാളാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇനിയും സനോജേട്ടന് സാധിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇനി കാണാം എൻ്റെ നാട് എൻ്റെ വോട്ട്. ഇടതുപക്ഷത്തിന് വലിയ പിന്തുണ നൽകുന്ന പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെ സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞതായും നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു പറഞ്ഞു. പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയില്ലെന്നും എന്നാൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയമാണെന്നും ഏക പ്രതിപക്ഷ പ്രതിനിധി ട്രീസ ബാബു പറയുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം, ഈ ഭരണസമിതിയുടെ തുടക്കത്തിലാണ് കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി സ്വാഭാവികമായും എല്ലാവരുടെ നിത്യജീവിതത്തിലേക്ക് പ്രയാസകരമായ അനുഭവം വിതച്ചത്. ആ ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സമഗ്രമായ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് അന്ന് നടത്തിയത്. അന്ന് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാക്സിനേഷൻ കൃത്യമായി കൊടുക്കുന്നതിൽ മറ്റു ഇടപെടലുകളൊക്കെ തന്നെ കോവിഡ് കാലത്ത് വലിയ പ്രവർത്തനം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നെന്മണിക്കര പൊതുസമൂഹത്തെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയും. തുടർന്നങ്ങോട്ട് 1-2 പ്രളയങ്ങൾ സ്വാഭാവികമായും അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കുവാൻ, അതിന് ബദൽ സംവിധാനം ഒരുക്കുവാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം നിലവിലുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ 5 വർഷക്കാലം 120 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നടത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും 120 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നു എന്നല്ല. അത് ചിലത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്, ചിലത് അനുമതി കിട്ടിയിട്ടുണ്ട്, ചിലത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരുകളാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു വിഭാഗം എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും സ്വാഭാവികമായിട്ടും നമ്മെ ബാധിക്കുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം
പൊതുവെ സുതാര്യമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ 5 വർഷം ഞാൻ ഇവിടുത്തെ വനിതാ സംവരണത്തിൽ വന്നിട്ടുള്ള വാർഡ് മെമ്പറാണ്. ഞാനൊരു അധ്യാപികയും കൂടിയാണ്. ഈ 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ഷോർട്ട് ടേം ആയിട്ട് ഉള്ള പരിപാടികളാണ്. എപ്പോഴും നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഒരു ലോങ് ടേം വരും കാലത്തേക്ക് അങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ പല ഭാഗത്തും ജലജീവൻ പദ്ധതി കൊണ്ടുവന്നപ്പോഴും സംസ്ഥാന പാതയോരത്ത് ഉള്ള ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് ഒരു പരിഹാരവും നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. പാതയോരങ്ങളിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിൽ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഓരോ പ്രാവശ്യവും നമ്മൾ വൃത്തിയാക്കും പാതയോരങ്ങൾ, അപ്പോൾ വീണ്ടും അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടിടും. ഒരു ക്യാമറ സ്ഥാപിക്കാനോ അതല്ലെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഒരു വലിയൊരു കുറവ് തന്നെയായിട്ട് തന്നെയാണ് ഞാൻ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാം. രാജ്യത്ത് ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽ LDFിന്റെ ആഭിമുഖ്യത്തിൽ ജനസദസ്സ് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്ങൽ ജനസദസ്സ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം VU ഗിരിജ അധ്യക്ഷത വഹിച്ചു. CPI വെള്ളിക്കുളങ്ങര മേഖല മഹിളാ പ്രസിഡന്റ് മഞ്ജു ജയൻ, CPI വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ, കേരള കോൺഗ്രസ് എം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം വിനു കാട്ടുങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അളകപ്പ നഗർ ചേന്നംകുളം പരിസരത്ത് നിർമ്മിച്ച ഓപ്പൺ ജിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, ബ്ലോക്ക് സെക്രട്ടറി KC ജിനീഷ്, സംരക്ഷണ സമിതി സതീഷ് കളത്തിങ്കൽ, കൺവീനർ ഡിക്ലസ് മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. സദസ്സിലെയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ചേന്നംകുളത്തിന്റെ പാതയോരത്ത് മനോഹരമായ ഒരു ഓപ്പൺ ജിം പണിതീർത്തതിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ KM ചന്ദ്രൻ, നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷൻ ചന്ദ്രേട്ടൻ, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, എൻ്റെ സഹമെമ്പർമാരായിട്ടുള്ള പ്രിൻസൺ, ഭാഗ്യവതി, മറ്റു പ്രിയ നാട്ടുകാരെ, അളകപ്പ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ്. ഒരു ഓപ്പൺ ജിം നമ്മൾ യാത്രകളിൽ പല സ്ഥലങ്ങളിലും ഇത് കാണാറുണ്ട്. കോൺഗ്രസ് പന്തലൂർ വാർഡ് കമ്മിറ്റി ചേർപ്പ് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് അംഗം KK രാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NS ശിവരാമൻ, ബൈജു ആന്റണി, അജിമോൾ ഷാബു, ദീപക്, ശ്രീജിത്ത്, ജയരാജ്, ബാലു എന്നിവർ നേതൃത്വം നൽകി. വിശ്വസ്തമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകി വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വരാക്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഫാമിലി ഹോസ്പിറ്റൽ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം നിർവഹിക്കും. അത്യാഹിത വിഭാഗം, ലബോറട്ടറി, ECG, ഫാർമസി, നെബുലൈസേഷൻ എന്നീ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കും. ചെങ്ങന്നൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി വാസുപുരം ഏറന്നൂർ മനയിൽ പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. ഈശാനിമംഗലം ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടിക്ക് സെക്രട്ടറി ND വിജയകുമാർ, പ്രസിഡന്റ് VV രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർക്കുന്ന് ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ ജന്മദിനം ആഘോഷിച്ചു. SP ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സത്യസായി സേവാ സംഘടന തൃശൂർ മുൻ ജില്ലാ കോർഡിനേറ്റർ PG സതീഷ്, SNDP മറ്റത്തൂർ ശാഖാ സെക്രട്ടറി ഹരി പള്ളത്തേരി, വനിതാ സംഘം കൊടകര യൂണിയൻ പ്രസിഡന്റ് സുമ ഷാജി, മറ്റത്തൂർ ശാഖ വനിതാ സംഘം പ്രസിഡന്റ് പ്രഭ ശ്രീഘനൻ, ട്രസ്റ്റ് സെക്രട്ടറി TK സലീഷ്, വൈസ് പ്രസിഡന്റ് ശിവശങ്കരൻ പള്ളത്തേരി എന്നിവർ പ്രസംഗിച്ചു. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4, 5, 6, 7 തീയതികളിൽ തലോർ ദീപ്തി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
4-ന് ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിക്കും. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, സിനിമാ സംവിധായകൻ പ്രിയ നന്ദനൻ, എഴുത്തുകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത് എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ സന്ദേശം നൽകും. 95 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. സ്കൂൾ സമുച്ചയത്തിലെ 25 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, പ്രധാന അധ്യാപിക റീന K ജോൺ, പബ്ലിസിറ്റി കൺവീനർ ജനീൽ ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ DMLT, അംഗീകൃത DME അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BSc MLT, കേരള പാരാമെഡിക്കൽ കൗൺസിൽ അംഗത്വം, രജിസ്ട്രേഷൻ നിർബന്ധം. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അംഗീകൃത ലബോറട്ടറിയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നവംബർ 3-ന് രാവിലെ 11 മണിക്ക് അളഗപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കല്ലൂർ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മൊബൈൽ ഫോണിലൂടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. പുതുക്കാട് റെയിൽവേ CPM ബ്രാഞ്ച് സെക്രട്ടറി 25 വയസ്സുള്ള അരുൺ ദാസിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നിന്ന് നവംബർ 16 മുതൽ സർവീസ് ആരംഭിക്കുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന് പുതുക്കാട് സ്റ്റാൻഡിൽ ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചു. വരതിരപ്പള്ളി പള്ളിക്കുന്ന് ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് 50 അന്ധർക്ക് കാഴ്ച നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ വെസ്റ്റ് യൂണിറ്റ് പുല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അളഗപ്പനഗർ ചേന്നംകുളം പരിസരത്ത് നിർമ്മിച്ച ഓപ്പൺ ജിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.